ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഗൈഡൻസ് മെസ്സേജ് എടുക്കാൻ നമുക്കിന്ന് ഗൈഡൻസിൽ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കുറച്ച് സയൻസിനെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് എന്ത് സയൻസ് ആണ് കാണാൻ പറ്റുക എന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഇതിന് മുമ്പ് ഒരിക്കൽ ചെയ്തിട്ടുണ്ട് ഇതേ ടോപ്പിക്ക്. ഇതിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് സൈൻ ആയിട്ട് എന്തെങ്കിലും കിട്ടും, ആ രീതിക്ക് നോക്കാം. അതായത് എന്തെങ്കിലും കാണുന്നതോ അങ്ങനെയുമൊക്കെ. ഓക്കെ, ഞാൻ നോക്കാം. ഇത് ഷഫിൾ ചെയ്യാൻ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് ടൈം വൺ ടൈം. ഓക്കെ, അതെ. ഓക്കെ, ഇതിന് ഞാൻ മന്ത്സും കൂടി എടുക്കാൻ പ്ലാൻ ഉണ്ട്. ഇതിൻ്റെ തന്നെ മന്ത്സിൻ്റെ കാർഡ് ഉണ്ട്. അപ്പോൾ ഏത് മന്തിലായിരിക്കും നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹിച്ച് നടക്കുക എന്ന രീതിക്ക് അതുകൂടി നമുക്ക് നോക്കാം. ഓക്കെ, മന്ത് മാത്രമേ പറയുള്ളൂ, അതിൽ ഡേറ്റ് ഉണ്ടാവില്ല. ഓക്കെ, സാറില്ല, ആക്ച്വലി ഡേറ്റിനും. ഓക്കെ, ശരി. നമുക്ക് നിങ്ങളുടെ സയൻസ് എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൈനായിട്ട് യൂണിവേഴ്സ് എന്താ തരാൻ നോക്കാം. ചിലപ്പോൾ വല്ല സിറ്റുവേഷൻസ് സാഹചര്യങ്ങളും ഒക്കെ ആയിരിക്കാം. ഓക്കെ, എന്താ വരുന്നത് നമുക്ക് പറയാം. ഓക്കെ, ആദ്യം തന്നെ റോസ് ആണ്. ഓക്കെ, ഹാർട്ട്. ഓ വാവ്. കങ്കാരുവിനെ നിങ്ങൾ കാണാൻ ചാൻസ് ഇല്ല ചിലവർക്ക് അല്ലേ. ഓക്കെ, ഫ്ലൈ. ഓക്കെ, അങ്ങനെ വായിച്ചു. ഓക്കെ, ടർക്കി. ലിലി പൂ തന്നെയാണ് വീണ്ടും. ഓക്കെ, മൂൺ. ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, തൽക്കാലം ഇത് വെച്ച് പറയാം. ഓക്കെ, ആദ്യം തന്നെ ഇവിടെ പൂവ് കാണുന്നുണ്ട്. സോ റോസ് ഇപ്പം നിങ്ങൾക്ക് കിട്ടും എന്ന രീതിക്ക് നമുക്ക് പറയാൻ പറ്റില്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. ഓക്കെ, കാരണം റോസൊക്കെ കാണുമെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു പൂവാണ്. നിങ്ങൾക്ക് ആരെങ്കിലും തരുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആരെങ്കിലും റോസ് കൊണ്ടുവന്ന് തരുമെന്ന് പറയാം. ആൻഡ് ഇവിടെ റൊമാൻസിനെ കുറിച്ചാണ് പറയുന്നത്, സ്നേഹത്തിന് നിങ്ങൾ ലൈക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ മെയിൻലി ഇതിൽ വന്നിട്ടുള്ളത് റിലേഷൻഷിപ്പിൻ്റെ കാര്യമുണ്ട്. കുറച്ച് കാർഡ്സ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ഒരു റോസ് കിട്ടാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൂവെങ്കിലും. ഓക്കെ, കാരണം ഇവിടെ ലില്ലിയും ഉണ്ട്, റോസും ഉണ്ട്. സോ പൂവ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് പൂവ് വാങ്ങിത്തരുമായിരിക്കും. ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ സ്പിരിച്വൽ കണക്ഷൻ ഫീൽ ചെയ്യും. ദാറ്റ് നിങ്ങൾക്ക് ആ പേഴ്സണുമായിട്ട് സയൻസ് എന്ന് പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്ക് നമ്പേഴ്സ്, റിപ്പീറ്റഡ് നമ്പേഴ്സ് അങ്ങനത്തെയൊക്കെ കാണുന്നുണ്ടാവാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് പലതും നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് തന്നെ ചിലപ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് എവിടെയോ മനസ്സിൻ്റെ ഉള്ളിൽ അറിയാം. ദാറ്റ് യെസ്, ഇത് നടക്കും എന്നുള്ള അറിയാം എന്ന രീതിക്ക് നിങ്ങളുടെ ഉള്ളിലൊരു ഫീലിംഗ് ഒരു നമ്മുടെ ഒരു ഇൻറ്റ്യൂഷൻ നമ്മളോട് തന്നെ പറയും അല്ലേ, ആ രീതിക്ക് ഉണ്ടാവാം. ആൻഡ് ഇവിടെ റോസ് അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു പൂവ് നിങ്ങളുടെ ബൊക്കെ ആയിട്ടോ പൂവായിട്ടോ നിങ്ങളുടെ പേഴ്സൺ വാങ്ങിത്തരാനുള്ള സാധ്യതയാണ്. ചിലവർക്ക് ഇതിപ്പോൾ റൊമാൻസിൻ്റെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയാം. ഇതും രണ്ടും ആക്ച്വലി റൊമാൻസിനെ കുറിച്ച് തന്നെയാണ്. ഹാർട്ട്, ലവ്, ഡീപ്പ് അഫെക്ഷൻ ആൻഡ് കെയറിങ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കും എന്നുള്ളതിന് നിങ്ങൾക്ക് സൈനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇത് ഒന്ന് നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ വന്ന് സംസാരിക്കാനും അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കാനുള്ള സാധ്യതയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദാറ്റ് ഓക്കെ, ഞാൻ ആഗ്രഹിച്ച പോലെയൊക്കെ നടക്കാൻ പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഇവിടെ ലില്ലി എന്നും പറഞ്ഞു. സോ ഈ മൂന്ന് കാർഡ് എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കുന്നവർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് വരാനും സംസാരിക്കാനും അവരുടെ കെയറിങ് ഒക്കെ കാണാനും ആ രീതിയിലൊരു മാറ്റം, നിങ്ങൾ ഒരു പേഴ്സണലൊരു മാറ്റം കാണാം എന്ന രീതിക്ക് പറയാം. ഓക്കെ, ആ രീതിക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിട്ട് ഓക്കെ, എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, അല്ലാത്തവർക്ക് ഞാൻ ജനറലിയും പറയാം. ജനറലിയും നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ എന്ത് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പോൾ ജോലിയുടെ കാര്യമായാലും ശരി, നിങ്ങൾ വേറെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ശരി, റിലേഷൻഷിപ്സ് നിങ്ങളുടെ വീട്ടിലെ ഫാമിലിയുമായിട്ട് ബന്ധങ്ങൾ ശരിയാവുക, ആ രീതിക്കൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സൈനായിട്ട് പൂവിൻ്റെ നിങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ലെങ്കിൽ
പെട്ടെന്ന് റോസ് വിരിഞ്ഞത് നിങ്ങൾക്ക് കാണാം. അങ്ങനെയായിരിക്കാം നിങ്ങൾ മീൻസ് പ്രതീക്ഷിക്കാതെ കാണുക എന്ന രീതിക്കായിരിക്കാം. ചിലവർക്ക് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ആരെങ്കിലും പൂവ് കൊണ്ടുവരിക, വാങ്ങുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചില കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയാണ്. ഞാൻ സയൻസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ. ആൻഡ് ഇവിടെ ഇപ്പോൾ ഫാമിലിയിലൊക്കെ നിങ്ങൾ വളരെ എല്ലാവരും നല്ല രീതിയിൽ നിങ്ങളോട് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലും ശരി, നിങ്ങൾ എല്ലാവരുമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ്, നിങ്ങളോട് മറ്റുള്ളവർ നല്ല രീതിയിൽ പെരുമാറുന്നു എന്നൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ദാറ്റ് എവിടേക്കോ യൂണിവേഴ്സ് നിങ്ങളെ എന്തൊക്കെയോ സഹായിക്കുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളിൽ മാറ്റം വരാൻ തുടങ്ങുന്നുണ്ട് എന്നുള്ള സൈനായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ. ആൻഡ് ഇവിടെ കങ്കാരു ആണ്. അൺസെറ്റിൽഡ് ടൈംസ് നീഡ് ടു പ്ലാൻ അഹെഡ്. ഓക്കെ. പീരിയഡ് ഓഫ് ഇൽ ഹെൽത്ത്, someone is behaving stupidly, changes in your life. ഓക്കെ. ഇനി വേറെ നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ സൈനായിട്ട് കിട്ടാൻ പോകുന്നത്, ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ പ്രോബ്ലംസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ. പ്രോബ്ലംസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതായത് ഒന്നും കാര്യങ്ങൾ ശരിക്കല്ല നടക്കുന്നത്, എന്തൊക്കെയോ ഇഷ്യൂസ് വരുന്നു, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അതൊന്നും മുന്നോട്ട് പോകുന്നില്ല, തടസ്സങ്ങൾ വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ യാത്ര പോകാൻ ആലോചിച്ചു, യാത്ര മീൻസ് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം, ജോലിക്കോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങളൊരു യാത്ര പോകാൻ ആലോചിച്ചു, നടക്കുന്നില്ല, അതിൽ തടസ്സം വന്നു, എന്തെങ്കിലും പേപ്പർ വർക്കിൻ്റെ പ്രോബ്ലം വന്നു, ബിസിനസ്സിലാണെങ്കിൽ എന്തെങ്കിലും പേപ്പർ വർക്കിൻ്റെ ഇഷ്യൂ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വരുന്നതിൻ്റെ പെട്ടെന്ന് തടസ്സപ്പെടുക, ജോലി സ്ഥലത്തായാലും നിങ്ങൾ ചെയ്യുന്ന വർക്കൊന്നും നേരെ നടക്കുന്നില്ല, ആ രീതിക്കൊക്കെ ചില കാര്യങ്ങൾ നിങ്ങൾ ഫീൽ ചെയ്യാം. ഓക്കെ. ഐ തിങ്ക് അതൊക്കെ നിങ്ങൾക്ക് ഒരു സൈനാണ് ദാറ്റ് എന്തൊക്കെയോ ഒരു ശരിയല്ലാത്ത പോലെ ഒരു ഫീലിംഗ് നമ്മൾ പറയില്ലേ, എന്തൊക്കെയോ ശരിയല്ല, പക്ഷെ എന്നാലോട്ട് നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ വേണ്ട റിസൾട്ട് കാണുന്നില്ല. പോരാത്തതിനെ വെറുതെ അനാവശ്യമായ തടസ്സങ്ങൾ എന്ന് പറയില്ലേ, അനാവശ്യമായി നിങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വരിക, ഒരു കാര്യമില്ലാത്ത കാര്യം, അല്ലെങ്കിൽ പെട്ടെന്ന് ചെറിയ വലിയ ഇഷ്യൂസ് ആയിരിക്കാം, പക്ഷെ നമ്മുടെ ഒരു കാര്യങ്ങളെ മുടക്കാൻ അത് മതി അല്ലേ. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നതായിട്ടൊക്കെയാണ് തോന്നുന്നത്. അപ്പം നിങ്ങളോട് പറയുന്നത് കുറച്ച് നല്ലോണം പ്ലാനിങ് ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് എന്ത് സിറ്റുവേഷൻ, ഇപ്പോൾ സപ്പോസ് തടസ്സം വരും എന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് അതിന് വേണ്ടത് കൂടി നിങ്ങളൊന്ന് ചിന്തിക്കാം. ഓക്കെ. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, വേറെന്തോ ഞാൻ പറയാൻ വന്നു, ലൈക്ക് ഓരോ സിറ്റുവേഷനും വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവാതെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. ഓക്കെ. അതായത് ധൈര്യം കൊണ്ടുവരാം. ഓക്കെ, കുഴപ്പമില്ല, എങ്ങനെ പ്രശ്നം വന്നാലും സാരില്ല, ഞാൻ അടുത്ത എന്തെങ്കിലും വേറെ എന്തെങ്കിലും വഴി നോക്കാം എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സ്ട്രോങ് ആക്കാൻ പഠിക്കുക. അങ്ങനെ രണ്ട് തരത്തിലും സിറ്റുവേഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം, ചില പ്രശ്നങ്ങളുടെ ഇടയിൽ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. അതും മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ചിലത് നടക്കുന്നത്. ഓക്കെ. ആ ചേഞ്ചസ് വരുന്നതും ഇതുപോലെ ഒരു ഇൻഡിക്കേഷനാണ് ദാറ്റ് എന്തൊക്കെയോ കാര്യങ്ങൾ മാറാൻ പോകുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ വരും, പക്ഷെ അതിന് ചില കാര്യങ്ങളൊന്നും മാറണം അല്ലേ, ചില അഡ്ജസ്റ്റ് ആയാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ചതിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ അതിനുവേണ്ടി ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരികയാണ് നിങ്ങൾക്ക്. ഓക്കെ. ആൻഡ് ഇവിടെ ചിലവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം, ഡിപ്രഷൻ വരെ പോവാം ചിലവർക്ക്. ഓക്കെ, ഇത് പറയാം, മെയിൻലി ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങളെ ഇതൊന്നുമല്ല, ഇത് മീൻസ് ഇത് പറയുന്ന ഒന്നുമല്ല, തടസ്സങ്ങൾ. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ച് മെനക്കെട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മളെ മുടക്കാൻ വേണ്ടി പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ വരാം. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ യാത്രാ തടസ്സം, പേപ്പർ വർക്കിൻ്റെ തടസ്സം, ജോലി സ്ഥലത്ത് കാര്യങ്ങൾ നേരെ നടക്കാതിരിക്കുക, കമ്പ്യൂട്ടർ ഓഫ് ആവുക, ഫോൺ കേടുവരിക, എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങണു, വണ്ടി കേടുവന്നു, ഓരോ തടസ്സങ്ങളായിട്ട് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കാം. പക്ഷെ അങ്ങനെ തടസ്സങ്ങൾ വരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഇത് അസുഖം കൂടിയാണ് പറയുന്നത്. ഇൽ ഹെൽത്ത് എന്ന് പറയുന്നുണ്ട്. നമ്മളെ ഓൾറെഡി നമ്മൾ മാനസികമായിട്ട് സ്ട്രെസ്സിലിരിക്കുമ്പോൾ എന്തായാലും ബാധിക്കും നമുക്ക് അസുഖം. അതല്ലാതെ യൂണിവേഴ്സ് നിങ്ങളെ കുറച്ചുകൂടി പരീക്ഷിക്കാൻ വേണ്ടി ശരിക്കും അസുഖങ്ങൾ കൂടി തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്താ ഉണ്ടാവുക, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല, എല്ലാം മുടക്കം വരുത്തുക എന്ന രീതിയിൽ. ഓക്കെ. ആ മുടക്കങ്ങൾ പക്ഷെ അതെല്ലാം നിങ്ങളെ എന്തോ ഒരു വഴി, നമ്മൾ പറയില്ലേ, വഴി തിരിച്ചു വിടാം എന്ന രീതിയിൽ എടുക്കും. ഓക്കെ. എന്തോ വഴി തിരിച്ച് വിടുകയാണ് എന്ന രീതിയിൽ എടുക്കും. ആ രീതിക്കാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് സയൻസ് തരിക. എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് എന്താ പറയുക, പ്രശ്നങ്ങൾ തരുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പ്രശ്നങ്ങളാണല്ലോ കാണുന്നത് എന്ന് വിചാരിക്കും. പക്ഷെ അതൊക്കെ നമ്മളെ വേറെ എന്തിലേക്കോ എത്തിക്കാനുള്ളതാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കാം. ഞാനിവിടെ ടർക്കി എന്ന് കാണുന്നുണ്ട്. someone is behaving stupidly എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും വളരെ സ്റ്റുപ്പിഡായിട്ട് എന്തെങ്കിലുമൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടോ, അവർ കാണിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താ ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ തോന്നുന്നുണ്ടാവും. ഓക്കെ. സോ ആ രീതിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, അതായത് ആ കാര്യങ്ങളും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അവർ ഈ എന്താ പറയുക, someone is behaving stupidly എന്ന് പറയുമ്പോൾ
നിങ്ങൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ചെയ്യുന്ന മിസ്റ്റേക്സ്, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഓക്കെ, അത് നിങ്ങളെ കൂടി ബാധിക്കുമെന്ന് പറഞ്ഞ പോലെ. അഗൈൻ നമുക്ക് അനാവശ്യമായിട്ട് എന്താ പറയുക, മറ്റുള്ളവരെ കൂടി നമുക്ക് വന്ന് പെടുക എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ആ രീതിക്ക് നിങ്ങൾക്ക് അതും കൂടി തടസ്സങ്ങൾ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം എന്നാണ് കാണുന്നത്. സയൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പൂക്കൾ കാണുന്ന കാര്യം. പിന്നെ ചിലവർക്ക് നിങ്ങളുടെ അടുത്ത് കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഒരു ബിഹേവിയറിൽ മാറ്റം നിങ്ങൾക്ക് കാണാം. ഓക്കെ, വളരെ നിങ്ങളോട് സ്നേഹത്തോടെ ബിഹേവ് ചെയ്യുന്ന തരത്തിൽ കാണാം നിങ്ങൾക്ക്. ആൻഡ് ഈവൻ ഫാമിലി ആയാലും കേട്ടോ, ഫാമിലി, ജോലി സ്ഥലത്ത് കൊളീഗ്സ്, ആരോ ആയിക്കോട്ടെ, എല്ലാവരും നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നതായിട്ട് കാണും. ആൻഡ് പക്ഷെ ഇവിടെ അതിൻ്റെ ഒപ്പം നിങ്ങൾ കുറച്ച് തടസ്സങ്ങൾ ഫേസ് ചെയ്യാനുള്ള സാധ്യത കൂടിയാണ്. അത് നിങ്ങൾ ചെയ്തിട്ടായാലും ശരി, വേറെ ആരെങ്കിലും ചെയ്ത കാര്യങ്ങളായാലും ശരി, എല്ലാം കൂടി നിങ്ങൾക്ക് അവസാനം തടസ്സങ്ങൾ നേരിടേണ്ടി വരും. പ്ലസ് ഹെൽത്തിൻ്റെ പറയുന്നുണ്ട്. എന്ത് തന്നെ സിറ്റുവേഷൻ വന്നാലും ഓക്കെ, നിങ്ങൾ ഒരുപാട് ഡൗൺ ആയി പോകരുത്. ഓക്കെ, നിങ്ങൾ അവനവനെ നല്ലോണം പ്രാർത്ഥിക്കുക ദൈവത്തിനോട്. ഇപ്പം ഇങ്ങനത്തെ സമയങ്ങളിൽ നമുക്ക് അത് ചെയ്യാനുള്ളൂ. യൂണിവേഴ്സ് നമുക്ക് ആ സ്ട്രെങ്ത് തരണേ, ഇതിൽ നിന്നൊക്കെ ഒന്ന് മറികടക്കാൻ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, വീപ്പിംഗ് ബില്ലോ, സ്റ്റാർ, vulture, സെയിം തിങ് ആണല്ലോ. സൈക്കിക് എബിലിറ്റി, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. യെസ്, നേരത്തെ ഞാൻ പറഞ്ഞു. ഒന്നും കൂടി എടുത്തേക്കാം. ത്രോൺ. ഓക്കെ, പൊസിഷൻ ഓഫ് അതോറിറ്റി. ഓക്കെ, കൂടുതൽ എടുക്കുന്നില്ല. നിങ്ങൾക്ക് സയൻസ്, യെസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചില തടസ്സങ്ങൾ നേരിടും, പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ചില നല്ലതും സയൻസ് കിട്ടാനുള്ള സാധ്യതയാണ്. ഓക്കെ, ഇവിടെ സയൻസ് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഇവിടെ വേറെയും ചില കാര്യങ്ങൾ കാണുന്നത് ഫാമിലി സോറോ എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ചിലവർക്ക് ഫാമിലിയിലെ എന്തെങ്കിലും വിഷമം എന്ന് പറയുമ്പോൾ ഇത് കൂടുതലും ഡെത്തിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, മരണങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് എല്ലാവർക്കും മാച്ച് ആവില്ല കേട്ടോ. ഓക്കെ, ഇത് എല്ലാവർക്കും അല്ല, സോറി, ചിലവർക്ക് മാത്രമാണ് ഫാമിലിയിൽ വല്ല മരണങ്ങളോ കാര്യങ്ങളോ നടക്കാനുള്ള സാധ്യതയാണ്. ഓക്കെ, അതുമൊക്കെ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ എനിവേ പോട്ടെ, ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. ചിലവർക്ക് അങ്ങനെ ചില കാര്യങ്ങൾ കൂടി നടക്കാം. അത് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ആൻഡ് ജസ്റ്റ് വീട്ടിലെ ചില കഷ്ടപ്പാടുകൾ, അങ്ങനത്തെ സമയങ്ങളും ആവാം, അങ്ങനത്തെ കാര്യങ്ങളും ആയിരിക്കാം. ബട്ട് അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇവിടെ മരണമാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ് കാണുന്നത്. സോ ചിലവർക്ക് ഇവിടെ വേണ്ട, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട. ഓക്കെ, സ്റ്റാർ കാർഡ് ഉണ്ട് ആൻഡ് വൾച്ചർ. ഓക്കെ, അഗെയിൻ ഡിപ്രഷൻ്റെ കാര്യമാണ് കാണുന്നത്. ആ ഡിപ്രഷൻ്റെ കാര്യം പറയുമ്പോൾ ഒന്ന് നമ്മുടെ അസുഖത്തിൻ്റെ, ഞാൻ പറഞ്ഞു അസുഖം കാരണം നിങ്ങൾ വല്ലാതെ ഡിപ്രസ്ഡ് ഒക്കെ ആവുന്നത്. അതേപോലെ തന്നെ ഐ തിങ്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു ടെൻഷനാണ് എപ്പോഴും, ആയിരിക്കും നിങ്ങളുടെ അഗെയിൻസ്റ്റ് ആണ് എന്നൊക്കെയുള്ള തോന്നൽ. ഓക്കെ, അപ്പോൾ അതൊക്കെ പക്ഷെ തോന്നലുകളാണ്. ആൻഡ് ഡിപ്രഷൻ എന്ന് കാണുന്നുണ്ട്, ആങ്സൈറ്റി എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വെറുതെ മാനസികമായിട്ട് നമ്മുടെ മനസ്സിൽ എന്താ പറയുക, ഒരു ടെൻഷൻ ഇങ്ങനെ നടക്കുക, തെറ്റ് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല, അല്ലെങ്കിൽ എന്നെ അവർ ബുദ്ധിമുട്ടിക്കാൻ നടക്കണു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്നെ തടസ്സപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ. ഓക്കെ, അതൊക്കെ നിങ്ങളെ ഓവർ ഡിപ്രഷനിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യതകളാണ്. സോ അത് പക്ഷെ സൈൻ അല്ല, നിങ്ങൾക്കൊരു വാർണിംഗ് ആയിട്ട് എടുത്തോളൂ ഇവിടെ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഗ്യാരണ്ടീഡ്സ് മേ ബി നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ചിലപ്പോൾ നടക്കും. ഓക്കെ, വലിയ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ചെറിയ ചെറിയ വിഷയസ് നിങ്ങളെ നടക്കും. ഓക്കെ, അതായത് നിങ്ങൾ ചെറിയ ചെറിയ സക്സസ് നിങ്ങൾ കാണും. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചില സക്സസ് നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാതെ ഓക്കെ, എനിക്ക് വലുതുകൂടി വേറെന്തോ വരും, ഞാൻ ആഗ്രഹിച്ചത് കിട്ടും എനിക്ക് എന്ന് നിങ്ങൾ ട്രസ്റ്റ് വെക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഓൾറെഡി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ കാര്യങ്ങൾ ബെറ്റർ ആവും എന്നുള്ള. എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും ദാറ്റ് ഇല്ല, ഇതൊക്കെ മാറിക്കോളും, ഇതൊക്കെ മാറി നമുക്ക് നല്ലത് വരും എന്ന രീതിക്ക് ഒരു ചിന്ത. ഓക്കെ, അതെവിടെയോ നമ്മളുടെ ഒരു ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നതാണ്. എല്ലാം ഇല്ല, കുഴപ്പമില്ല, ഇതൊക്കെ വന്നാലും ഇത് മാറിപ്പോവും എന്ന രീതിയിൽ നമ്മുടെ മനസ്സിലൊരു ധൈര്യം. ഓക്കെ, ആ ഒരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ റോങ് ഫീലിങ്സ് ഉണ്ടെങ്കിലും അതിനെയും ശ്രദ്ധിക്കാം. ഓക്കെ, എന്തെങ്കിലും നടക്കാൻ പോകുന്നു, റോങ് ആയിട്ട് നടക്കാൻ പോകുന്നു എന്ന് തോന്നിയാൽ അതിനെയും ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ത്രോൺ എന്ന് കാണുന്നുണ്ട്, പൊസിഷൻ ഓഫ് അതോറിറ്റി. ചിലവർക്ക് നിങ്ങൾക്ക് പ്രൊമോഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും. എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ മാനിക്കപ്പെടും എന്ന് പറയാം. അതിപ്പോൾ എന്ത് കാര്യം ചെയ്തിട്ടായാലും ശരി, ജോലിയിലൊക്കെ നല്ല പ്രവൃത്തിയായാലും, സൊസൈറ്റിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്തിട്ടായാലും, വീട്ടിൽ തന്നെ ആയാലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു അപ്രീസിയേഷൻ, എല്ലാവരും നിങ്ങളെ മാനിക്കുന്ന തരത്തിൽ ഒരു ഇത് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആക്ച്വലി ഇതും ഒരു സൈൻ ആയിരിക്കാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുക,
ഓക്കെ. നിങ്ങൾ ആഗ്രഹിച്ചത് ജോലിയാണെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ജോലിയിൽ പ്രൊമോഷൻ ആഗ്രഹിച്ചിട്ട് അത് കിട്ടുന്ന പോലെയല്ല. ഓക്കെ, ഇത് പറയുന്നത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും ആഗ്രഹം, പക്ഷെ ആ ആഗ്രഹം നടക്കുന്നതിന് മുമ്പ് വേറെ ചിലതൊക്കെ നടക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തരാം. ഓക്കെ, ഒരു കാര്യം എന്തെങ്കിലും നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് തരാം. ഓക്കെ, അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ആക്ച്വൽ എന്താണോ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അതിലേക്ക് നിങ്ങൾ എത്തിക്കും. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ നല്ലത് അതിലേക്ക് നിങ്ങൾ എത്തിക്കും എന്ന രീതിക്ക് പറയാം. ആൻഡ് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചത്. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് ആർ വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ, എല്ലാം വരുന്നുണ്ട് നിങ്ങൾക്ക്. യെസ്, ചിലത് ഫേസ് ചെയ്യും, നിങ്ങൾ ചില തടസ്സങ്ങളും ചില ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യും. പക്ഷെ അതിനൊക്കെ ശേഷം നിങ്ങൾ ആഗ്രഹിച്ചായിരിക്കും നിങ്ങൾക്ക് എത്താനും സാധിക്കും. ഓക്കെ, ഇന്നിവിടെ ആകെ എന്തൊക്കെയോ ബഹളങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടയിൽ ഡിസ്ട്രാക്റ്റായി പോയത്. ഫയറെല്ലാം കിടന്ന് അടിക്കുന്നുണ്ട്. അത് ബാറ്ററി അതിൻ്റെ ലോ ആ തോന്നുന്നു, എന്തോ ഇഷ്യൂ. വെറുതെ നമുക്ക് പണി തന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അനാവശ്യമായ തടസ്സങ്ങൾ എന്ന് പറയില്ലേ, അതന്നെ. ഓക്കെ, നിങ്ങൾക്ക് ഒരു മന്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം എപ്പം നടക്കുമെന്ന് 2-3 മന്ത്സ് ഞാൻ എടുക്കാം. ഒക്ടോബർ എന്ന് കാണുന്നുണ്ട്. ഓക്കെ, വരാൻ പോകുന്നു. സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ, വെരി ഗുഡ്. ഡിസംബറും ഉണ്ട്, ആൻഡ് 1 മോർ ഏപ്രിലും ഉണ്ട്. ഓക്കെ, ചിലവർക്ക് നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഈ ഒക്ടോബറിൽ തന്നെ നടക്കുമെന്നുണ്ട്. ചിലവർക്ക് ഡിസംബറിലേക്ക് ആവും നിങ്ങൾ ആഗ്രഹിച്ചത്, ചിലവർക്ക് ഏപ്രിലും ആവാം. ഓക്കെ, ഏപ്രിൽ വരെയുള്ള ആൾക്കാർക്ക് ഒരു അഡ്വൈസ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ മൈൻഡ് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് ആക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ നല്ലോണം ബിലീഫ് ട്രസ്റ്റ് യൂണിവേഴ്സിൻ്റെ മേലെ വെക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഓക്കെ, ആൻഡ് അതുപോലെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന തടസ്സങ്ങളെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും വേഗം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കും. എനിക്ക് ആഗ്രഹിച്ചതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതേസമയം നിങ്ങളുടെ മൈൻഡ് റെഡി ആവുന്നില്ല. അതായത് നിങ്ങൾ ഈ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളെ തന്നെ മാറ്റാനും കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള സമയമായിരിക്കും, നിങ്ങൾക്ക് അത്രയും സമയം വേണമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങളുടെ ലൈഫിൽ കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ, അതുകൊണ്ടായിരിക്കാം കൂടുതൽ സമയം എടുക്കുന്നത്. ഒരിക്കലും അത് വിഷമിക്കൊന്നും വേണ്ട. ഓക്കെ, ആ സമയം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പഠിക്കാനും അവനവനെ ഡെവലപ്പ് ചെയ്യാനും ഓരോ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാനും ധൈര്യം കൊണ്ടുവരാനും ദൈവത്തിലേക്ക് അടുക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾ ഈ സമയങ്ങൾ ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചെല്ലാം വേഗം നടക്കട്ടെ, എത്രയും വേഗം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.